I speak English. Passive voice. English is spoken by me. I spoke English. Past tense. English was spoken by me. I will speak English. Will ഒരു മൊഡൈൽ ഓക്സിലറി ആണ്. ഇംഗ്ലീഷ് വിൽ ബി സ്പോക്കൺ ബൈ മീ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയെ ഒരു ശാസ്ത്രമാക്കി തീർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ഇംഗ്ലീഷ് ഗ്രാമർ അഥവാ ഇംഗ്ലീഷ് വ്യാകരണം. ഇംഗ്ലീഷ് വ്യാകരണ ഭാഗത്തിൽ കടന്നു വരുന്ന ഒട്ടനവധി വ്യാകരണ ഭാഗങ്ങളിൽ ഒന്നാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിനെ തിരിച്ചറിയാം, അതിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ പാസീവ് വോയിസിനെ തിരിച്ചറിയാം, അതിനെ ആക്റ്റീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം, സെന്റൻസ് കൺവേർഷൻ എക്സസൈസ് എന്ന നിലയിൽ എങ്ങനെ ഈ ഭാഗം സ്വന്തമാക്കാം എന്ന് നോക്കാം. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഒരു വാചകത്തിൽ വാക്കുകളുടെ ക്രമം സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന രൂപത്തിൽ കടന്നു വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. എന്നാൽ പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ ഏജന്റ് എന്ന ക്രമത്തിലാണ്. അതായത് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ മീ. ആക്റ്റീവ് വോയിസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്. പാസീവ് വോയിസ് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ മീ. ഈ ഒരു വേർഡ് ഓർഡർ ആക്റ്റീവ് വോയിസിൻ്റെ പാസീവ് വോയിസിൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ആക്റ്റീവ് വോയിസുകളെ എല്ലാ ടെൻസുകളിലും പാസീവ് വോയിസ് ആക്കി മാറ്റാം. ഓർക്കുക, ഇംഗ്ലീഷിൽ 3 മെയിൻ ടെൻസസ് ആണുള്ളത്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഓരോ മെയിൻ ടെൻസിനും 4 വീതം സബ് ഡിവിഷൻസ് ഉണ്ട്: സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ടെൻസുകളിൽ 4 സബ് ഡിവിഷൻസ് ആയ ഫ്യൂച്ചർ കണ്ടിന്യൂസിലും അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവയിൽ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് അശാസ്ത്രീയമായിട്ട് ഉള്ള ഒരു കാര്യമായി ഇംഗ്ലീഷ് വ്യാകരണത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില സംശയങ്ങളുണ്ട്. അതായത് ഏത് ഹെൽപ്പിംഗ് വേർബാണ് നമ്മൾ ഉത്തരത്തിൽ ഉപയോഗിക്കേണ്ടത്? അത് എളുപ്പമാക്കി തീർക്കാൻ ഈ ഓർഡർ ശ്രദ്ധിച്ചോളൂ. ഈസ്, ആം, ആർ ഇൻ ദ പ്രസന്റ് ടെൻസ്, വാസ്, വേർ ഇൻ ദ പാസ്റ്റ് ടെൻസ്, ഹാസ്, have, had plus been, B-E-E-N in the perfect tenses. In present continuous tense, helping verb plus B-E-I-N-G, being, and with modals like will, would, shall, should, can, could, etc. use be, be. For example, I speak English. Passive voice, English is spoken by me. I spoke English. Past tense. English was spoken by me. I will speak English. Will ഒരു മൊഡൈൽ ഓക്സിലറി ആണ്. ഇംഗ്ലീഷ് വിൽ ബി സ്പോക്കൺ ബൈ മീ. ഇനി കണ്ടിന്യൂസ് ടെൻസിലെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. I am speaking English. Answer, English is being spoken by me. ഇനി പെർഫെക്റ്റ് ടെൻസിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. I have spoken English. Answer, English has been spoken by me. ഈ രീതിയിൽ വേണം
നിങ്ങൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി സെൻറ്റൻസ് ടൈപ്പ് മാറ്റിക്കൊണ്ട് ചോദ്യങ്ങൾ കടന്നു വരാം. ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഫോർ എക്സാമ്പിൾ ഹെൽപ്പ് ദ പുവർ. അവിടെ സബ്ജക്റ്റ് ഇല്ല, അതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. സബ്ജക്റ്റ് ഇംപ്ലൈഡ് ആണ്, യു എന്ന സബ്ജക്റ്റാണ്. പക്ഷേ ഈ ആക്റ്റീവ് വോയിസിൽ ആക്റ്റീവ് ഇമ്പറേറ്റീവിനെ നമ്മൾ പാസീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ ലെറ്റ് എന്ന വാക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ലെറ്റ് ദ പുവർ ബി ഹെൽപ്ഡ്. ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ, ഹെൽപ്പ് ദ പുവർ. ആൻസർ ലെറ്റ് ദ പുവർ ബി ഹെൽപ്ഡ്. ഈ മാതൃകയിൽ വേണം നിങ്ങൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പരിശീലിക്കുവാൻ. ഓർക്കുക, ആക്റ്റീവ് വോയിസിൻ്റെ വേർഡ് ഓർഡർ സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ്. പാസീവ് വോയിസിൻ്റെ വേർഡ് ഓർഡർ ഓബ്ജക്റ്റ് ഹെൽപ്പിംഗ് വേർബ് V3 ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ് ദെൻ ബൈ ഏജന്റ്. എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ആൻസർ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ മീ. ഈ മാതൃകയിൽ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുക. അവ ഓരോന്നും ഇവിടെ കൊടുത്ത റൂൾ പ്രകാരം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും വ്യാകരണ ഭാഗത്തെക്കുറിച്ച് സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ വിവിധ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് സ്കൂൾ, കോളേജ് തലങ്ങളിലുള്ള ഇംഗ്ലീഷ് എക്സാമിന് വരുന്ന വ്യാകരണ ഭാഗത്തിലെ ചോദ്യങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ PSC പോലുള്ള മത്സര പരീക്ഷകൾ, സ്കോളർഷിപ്പ് ടെസ്റ്റുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്ത വ്യാകരണ ഭാഗങ്ങളിലെ ഒന്നാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന നമ്മുടെ ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ ക്ലാസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്ലാസ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.